ഹലോ, നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടായിരുന്നോ? ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ കരുതി വെറുതെ ഇരിക്കുമല്ലേ, പുറത്ത് പോയി ചെടിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന്. അങ്ങനെ അതൊക്കെ കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒന്ന് മഴയൊക്കെ പെയ്ത് തോന്നപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ. കൃഷിയും കാര്യങ്ങളും ചെടിയും അങ്ങനെയൊക്കെ നോക്കാനെ കൊണ്ട്. അപ്പം കറ്റാർവാഴയാണെങ്കിൽ നന്നായിട്ട് വളർന്നിട്ട് ഇവിടെയൊക്കെ കുഞ്ഞായിട്ട് വേറെയും കിളിച്ച് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ചോട്ടിൽ മണ്ണ് കുറവാണെന്ന് തോന്നുന്നു, കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം. ഇതങ്ങ് വളർന്നിട്ട് വളർച്ച അധികമായി പോയോ എന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എൻ്റെ തെറ്റിയുണ്ട് കേട്ടോ. ഇത് നല്ല അടുക്ക് തെറ്റിയാണ്. ഇതൊക്കെ നന്നായിട്ട് പൊട്ടി കിളിക്കുന്നുണ്ട്. പിന്നെ ഇത് മുല്ലയാണ് കേട്ടോ. ഇത് വാങ്ങിയ മുല്ലയിൽ കട്ട് ചെയ്ത് വെച്ച മുല്ലയാണ്. എന്തായാലും ആദ്യം കിളിച്ച് പൂ ഇടുമെന്ന് അറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ റോസാണെങ്കിൽ ഇത് കൊണ്ടുവച്ചിട്ട് ഇതിൽ ഒരു 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 2-3 പ്രാവശ്യം ഇതിൽ പൂ ഇട്ടോ കേട്ടോ. ഇപ്പോഴത്തെ പുതിയൊരു മുട്ട് കിളിച്ച് വരികയാണ് കേട്ടോ. അപ്പം അതിലും ഭയങ്കര ഹാപ്പിയാണ്. ഇത് ഞാൻ നട്ട് വെച്ച തുളസിയാണ് കേട്ടോ. ഇത് ഞാനിങ്ങനെ അധികം ഹൈറ്റ് വെക്കുന്തോറും ഞാനിത് കട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഇത് നന്നായിട്ട് കിളിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു തുളസി ഇല്ലാഞ്ഞിട്ട് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഉണ്ടായി കുടിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതൊക്കെ ഈ മഴ പെയ്തതിൻ്റെയാണ് കേട്ടോ. ചട്ടി ഫുള്ള് മണ്ണ് കയറിയിരിക്കുകയാണ്. പിന്നെ ഈ മുല്ലയാണെങ്കിൽ ഇതിപ്പം കുറേ തവണ പൂവിട്ട് കുറേ തവണ അപ്പം ഫസ്റ്റ് ഇങ്ങനെ വാങ്ങിയൊക്കെ വെക്കുമ്പം ആ പൂവൊക്കെ പോയിട്ട് പിന്നെ മുട്ടിടത്തില്ല എന്നൊക്കെയാണ് കേട്ടോ. ഞാൻ നന്നായിട്ട് ഇത് കെയറൊക്കെ ചെയ്യുന്നുണ്ട്. കെയർ ചെയ്യുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇതിപ്പം 2-3 പ്രാവശ്യം ഇതും പൂത്തിട്ടുണ്ട്. ഇവിടെ പുതിന ഇത് നന്നായിട്ട് കിളിച്ച് വരുന്നുണ്ട് കേട്ടോ. കിളിച്ച് വരുമല്ലോ കേട്ടോ. പുതിന ഇത് ഓൾറെഡി നല്ല ബുഷായിട്ട് കിളിച്ച് നിന്നെയാണ്. പിന്നെ ഇത് അധികം ഇങ്ങോട്ടൊക്കെ കിളിച്ച് വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരുപാടൊക്കെ ഇത് വളരുമ്പോൾ അങ്ങ് കട്ട് ചെയ്തിട്ട് അതിൽ തന്നെ അങ്ങ് ചോട്ടിൽ തന്നെ കുത്തി വെക്കും. അപ്പോൾ നന്നായിട്ട് കിളിച്ച് വരും. പിന്നെ എൻ്റെ ഈ ഒരു ചെടിയാണ് കേട്ടോ ആകെ എനിക്കൊരു വിഷമം. ഇതൊക്കെ അങ്ങ് കരിഞ്ഞു പോയിരിക്കുകയാണ്. ഇത് കരിഞ്ഞു പോയെങ്കിലും ഇവിടെയൊക്കെ നന്നായിട്ട് കിളിർത്ത് വരുന്നുണ്ട്. പക്ഷേ ഇതൊരു ഭയങ്കര ഒരു വിഷമം. ഇത് നല്ല ബുഷായിട്ട് കിളിച്ച് തന്നെയാണ്. അപ്പോൾ അതൊരു വല്ലാതെ ഇതൊക്കെ നന്നായിട്ട് കിളിച്ച് നിൽപ്പുണ്ട്. പിന്നെ എൻ്റെ മണി പ്ലാന്റ് കേട്ടോ. എൻ്റെ മണി പ്ലാന്റിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. പൊട്ടിക്കിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പുതിയതായിട്ട് തളർത്ത് വന്നതാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് ഇതിൻ്റെ ലീഫൊക്കെ പുഴു വന്ന് കഴിച്ചാണെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ അതേമാതിരിയാണ് കേട്ടോ ഇതും. ഇതിൻ്റെ ചെടിയുടെ പേരെന്തോന്ന് അറിയത്തില്ല. ഇതും അങ്ങനെ വല്ലാണ്ട് നിൽക്കുകയാണ്. പിന്നെ ഈ മണി പ്ലാന്റ് ആണെങ്കിൽ നന്നായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. മറ്റേതുപോലൊക്കെ ഇത് നല്ല ബുഷായിട്ട് നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ കിളിച്ച് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ചീരയാണ് കേട്ടോ. ചീര ആദ്യത്തെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് തോരനൊക്കെ വെച്ച് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കിളിച്ച് വരുവാണ്. ഇപ്പം നന്നായിട്ട് കിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ പൊട്ടിക്കിളിക്കുമോയെന്ന് അറിയത്തില്ല. എങ്കിലും അത് പിഴുതല്ല എടുത്തത്, കട്ട് ചെയ്തായിരുന്നു നമ്മൾ എടുത്തത്. അപ്പോൾ ഇതെല്ലാം കിളിച്ച് വരുന്നുണ്ട്. ഇപ്പുറത്തതും അത് തന്നെയാണ് കേട്ടോ. ഇപ്പുറത്തതും അതേപോലെ എല്ലാം കിളിച്ച് വരുന്നുണ്ട്. എന്തായാലും കിളിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കുറേ ആയി ലോങ് വീഡിയോസോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് എന്താ പറയുക, പനിയോ കാര്യങ്ങളോ പിന്നെ അങ്ങനെയുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. പിന്നെ പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പം ഇങ്ങനെയൊക്കെ കുറേ വീഡിയോ, പിന്നെ കാലുവേദനയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പുറത്തോട്ട് പോലും ഇറങ്ങുന്നില്ലായിരുന്നു. മൊത്തത്തിൽ ഒരു അസുഖമയമാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.